നമസ്കാരം, യുണീക്ക് ബിൽഡേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ഓരോ കാര്യങ്ങളുമാണ് ഈ ഓരോ എപ്പിസോഡിലും ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് വീട് പണി എന്ന് പറയുന്നത് വളരെ ടെൻഷനോടുകൂടി ആളുകൾ കാണുന്ന ഒരു കാലമാണ്. അപ്പം ഈ എങ്ങനെ ഒരു വീട് പണിയെന്ന് സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ അവർ എങ്ങനെയാണ് അവരുടെ ഡ്രീംസ് റിയലൈസ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലർ 30 ലക്ഷം രൂപയുടെ വീട് പ്ലാൻ ചെയ്യും, 50 ലക്ഷത്തിൻ്റെ വീട് ചെയ്യും. ചിലർ 50 ലക്ഷത്തിൻ്റെ വീട് പ്ലാൻ ചെയ്ത് 1 കോടിയുടെ വീട് ചെയ്യും. എൻ്റെ ഈ 25 വർഷത്തെ കൺസ്ട്രക്ഷൻ ജീവിതത്തിൽ എനിക്ക് ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാര്യം നമ്മൾ തുടങ്ങിയെടുക്കുന്ന ബഡ്ജറ്റ് ഒരുപാട് വേരിയേഷൻ വന്ന് പോകുന്ന കാര്യങ്ങൾ വരും. കാര്യം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ടൊരു പ്ലാനിങ്, ഒരു അവബോധം ആദ്യമേ ഇല്ലെങ്കിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിയുന്നത് ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ചെയ്യുന്ന എല്ലാ കോൺട്രാക്റ്റിങ്ങും എല്ലാ വർക്കുകളും ഞങ്ങൾ കൃത്യമായ ബഡ്ജറ്റിൽ കൃത്യമായ ടൈം പീരീഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് എന്തുകൊണ്ട് അങ്ങനെ നമ്മളെ ഒരു പ്രോസസ്സ് ഇവോൾവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇത് പിടിച്ചാൽ കിട്ടില്ല. ഒരു പരിധിയിൽ കൂടുതൽ ഇത് മുന്നോട്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊരു ലിമിറ്റ് വെച്ചാൽ മാത്രമേ ഒരു വീട് സാക്ഷാത്കരിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാര്യം ഒരു വീട് പണി നടക്കുന്ന സമയത്ത് തന്നെ ഈ വീട് പണിയുന്ന ആൾക്കാർ ഒരുപാട് വീടുകൾ സന്ദർശിക്കുകയും അല്ലെങ്കിൽ വേറൊരു സുഹൃത്തിൻ്റെ വീടിൻ്റെ പാല് കാച്ചോ അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ ഫോട്ടോയോ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കിപ്പോൾ ഇൻ്റർനെറ്റിലുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ ഏറെ ലഭ്യമാണ്. ഒരുപാട് തരത്തിലുള്ള വീടുകളുടെ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ ഇതെല്ലാം നമുക്ക് വേണമെന്ന് തോന്നുന്നൊരവസ്ഥ വന്നാൽ സ്വാഭാവിക വീട് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് ഓവർഷൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അത് മുന്നോട്ട് പോകാറുണ്ട്. അപ്പം അത്തരത്തിൽ നമുക്കതിൻ്റെ പ്ലാനിങ് വേസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഏറ്റവും നിർണായകമായ കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു കോൺട്രാക്ടറിനെ എങ്ങനെ കണ്ടെത്താം, ആ കോൺട്രാക്ടറിൻ്റെ ക്രെഡിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാം, ആ കോൺട്രാക്റ്റ് പ്രോസസ്സ് എത്രമാത്രം ട്രാൻസ്പെറൻ്റായിട്ട് എങ്ങനെ വയ്ക്കാം. കാര്യം നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉള്ളൊരു കോൺട്രാക്റ്റിംഗ് കമ്പനിക്ക് മാത്രമേ നല്ല രീതിയിൽ വർക്കുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം നമ്മൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ക്ലാരിറ്റിയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് അവസാനം വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെ നല്ലൊരു കോൺട്രാക്ടറിനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ഇതിൽ നമ്മൾ കോൺട്രാക്ടറിനെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഉപരി ആദ്യം ഫസ്റ്റ് മനസ്സിലാക്കാനുള്ളൊരു കാര്യം, നമ്മൾ കോൺട്രാക്ടറുമായിട്ട് എഗ്രിമെൻറ്റ് വയ്ക്കാതെ ഒരു വർക്ക് ഒരിക്കലും ചെയ്യരുത്. കോൺട്രാക്ടറുമായിട്ട് എഗ്രിമെൻറ്റ് വയ്ക്കുക എന്ന് പറയുന്നതിനകത്ത് എല്ലാം റൈറ്റിങ്ങിലായിരിക്കണം എന്നുള്ളതാണ്. റൈറ്റിങ്ങിലല്ലാത്ത കാര്യങ്ങൾ, വേർഡ് ഓഫ് മൗത്തിൽ ഒരു കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ശ്രദ്ധിക്കും. ഇപ്പോൾ ചെറിയ വീടായിരിക്കാം, ഒരു 25 ലക്ഷത്തിൻ്റെയോ 30 ലക്ഷത്തിൻ്റെ വീടായിരിക്കാം. ചിലപ്പോൾ അതിനേക്കാളും താഴ്ന്ന വീടുകളാകും. എന്ത് വർക്കും ഒരു 10 ലക്ഷത്തിൻ്റെ മുകളിലോ 5 ലക്ഷത്തിൻ്റെ മുകളിലോ അങ്ങനെയില്ല. ഏത് ലിമിറ്റിലുള്ള വർക്ക് നിങ്ങളൊരു കോൺട്രാക്റ്റ് കൊടുക്കുന്നു ആ കോൺട്രാക്റ്റിങ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കണം. അതിന് നമ്മൾ റൈറ്റിങ്ങിൽ തന്നെ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് റൈറ്റിങ്ങിൽ തന്നെ എഴുതി വാങ്ങിക്കുക. എന്താണ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായി റൈറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, എങ്ങനെയൊക്കെ നമുക്കതിൽ പ്രോസസ്സിനെ ട്രാൻസ്പെറൻ്റ് ആക്കാം, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ടുള്ളൊരു കോൺട്രാക്റ്റിംഗ് സിസ്റ്റം നമുക്ക് എങ്ങനെ ഡിവൈസ് ചെയ്തെടുക്കാം എന്നുള്ളതെല്ലാം ഞാൻ ഇനി വരും വീഡിയോസിലെല്ലാം ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ആദ്യം ഒരു കോൺട്രാക്ടറിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് വെച്ചോളൂ. അപ്പോൾ നിങ്ങളൊരു കോൺട്രാക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്തു. ഒരുപാട് കോൺട്രാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഫീൽഡ് എന്ന് പറയുന്ന ഒരു തിക്കിലി നമ്മുടെ ഭാഷയിൽ മാനേജ്മെൻറ്റ് ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ഓഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്. അത്രത്തിൽ കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയേഴ്സ് ടേൺഡ് കോൺട്രാക്ടേഴ്സ് ഉണ്ട്. എക്സ്പീരിയൻസോടുകൂടി ഈ പറഞ്ഞ പോലെ പണിയിൽ സാധാരണ പണിക്കാരനായിട്ട് തുടങ്ങി എക്സ്പീരിയൻസ് നേടി കോൺട്രാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുറച്ച് പൈസയുണ്ട്, കോൺട്രാക്റ്റിങ് തുടങ്ങിക്കളയാം എന്നും പറഞ്ഞ് കോൺട്രാക്റ്റ് തുടങ്ങുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇത് വളരെ എളുപ്പ പണിയാണ്, പെട്ടെന്ന് ലാഭം കിട്ടും, പെട്ടെന്ന് തീർത്ത് കിട്ടും, അങ്ങനെ ചിന്തിച്ച് കോൺട്രാക്റ്റിങ്ങിലേക്ക് വരുന്നവരുണ്ട്. അപ്പോൾ ഇത് ഓരോ ആളുകളും ഈ കോൺട്രാക്റ്റിംഗ് ബിസിനസ്സിലേക്ക് വരുന്നതിൻ്റെ തോട്ട് പ്രോസസ്സ് ഡിഫറൻ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ കോൺട്രാക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്? ഫസ്റ്റ് നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ വീട് ഏൽപ്പിക്കുന്ന ഒരാൾ എന്തുമാത്രം ക്വാളിഫൈഡ് ആണ്, അല്ലെങ്കിൽ അയാൾ ആ പണി ചെയ്ത് തീർക്കുന്നതിൽ എത്രമാത്രം എഫിഷ്യൻ്റ് ആണെന്നുള്ളത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ തുടങ്ങാം. ആദ്യം തന്നെ ഈ ഫ്രോഡ് കോൺട്രാക്ടേഴ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിലുള്ള ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം തന്നെ ആ കോൺട്രാക്ടറിൻ്റെ ലൈസൻസ് ഉണ്ടോ, അല്ലെങ്കിൽ
GST വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. GST ഉള്ള ആളാണോ എന്നുള്ളത് നോക്കുക. പിന്നെ പാൻ ഉള്ള ആളാണോ എന്ന് നോക്കുക. പിന്നെ പ്രീവിയസ് പ്രോജക്റ്റുകളുടെ ഫോട്ടോസ് ചോദിക്കുക, ഹാൻഡ് ഓവർ ചെയ്ത വീടുകളുടെ ഫോട്ടോസ് ചോദിക്കുക. പിന്നെ അത് ഈ റെഫറൻസുകൾ, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. റെഫറൻസുകൾ ചോദിക്കുക. നിങ്ങളുടെ വർക്കുകൾ നേരത്തെ ചെയ്ത ക്ലയൻറ്റുകളുടെ നമ്പറോ കാര്യങ്ങളോ കൊടുക്കാനും പറയാം. അപ്പോൾ റെഫറൻസ് ചോദിച്ചിട്ട് ആ റെഫറൻസിൽ നിന്ന് കൂടെയാണ് നമ്മൾ ഈ ഒരു നല്ലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളൊരു കോൺട്രാക്ട്. അപ്പോൾ എൻ്റെ അടുത്തൊക്കെ വർക്ക് ചെയ്യാൻ ഒരാൾ ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കംപ്ലീറ്റ് ക്ലയൻറ്റിൻ്റെ ലിസ്റ്റിൻ്റെ നമ്പറും വേണമെങ്കിൽ കൊടുക്കും. കാരണം വെച്ചാൽ അത്രത്തോളം നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെയാണ് പ്രോജക്റ്റുകൾ ചെയ്തു വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് റെഫറൻസുകൾ ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലയൻറ്റ് റെഫറൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾക്കിപ്പോൾ ഒരു വീട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇത്ര സമയത്തിനകത്ത് വീട് തീർക്കുക എന്നുള്ളതിനപ്പുറം വീട് ചെയ്ത വീടിൽ ആ പണി ആത്മാർത്ഥമായിട്ടാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ റെഫറൻസുകൾ വരുന്നത്. അപ്പം നമ്മളെങ്ങനെയാണ് ആ ക്ലയൻറ്റിൻ്റെ ഡീൽ, ഇപ്പോൾ ഈ സംസാരിക്കുക ഒരുപാട് വിഷയങ്ങളുണ്ടാവാം. ചിലപ്പോൾ വീട് പണിയുടെ ഇടയിൽ ഒരുപാട് തവണ ഫ്രിക്ഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്കുകളുണ്ടാവാം, ക്ലാരിറ്റിയുടെ പ്രശ്നങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള സംസാരങ്ങൾ. പക്ഷേ അൾട്ടിമേറ്റ്ലി എൻ്റെ പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം ഹാപ്പി ആയിരിക്കും ഒരാളിനെ ആശ്രയിച്ചിരിക്കും ഈ ക്ലയൻറ്റ് റെഫറൻസ് വരുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കോൺട്രാക്ടറുടെ വർക്ക് നടക്കുന്ന സൈറ്റുകളൊന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ വർക്ക് നടന്ന സൈറ്റോ അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്ത പ്രോജക്റ്റിൻ്റെ സൈറ്റോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ചെന്ന് അത് കണ്ട് അത്തരത്തിൽ അതിനകത്ത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കാവുന്നുള്ള ഇദ്ദേഹത്തിൻ്റെ വർക്ക് എങ്ങനെയാണ്. പിന്നെ അവരോട് ചോദിക്കും എങ്ങനെയായിരിക്കും ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കോട്ടാണോ പുള്ളി തരുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് മാർക്കറ്റ് റേറ്റ് ഇപ്പോൾ സ്ക്വയർ ഫീറ്റിന് 2500 രൂപ എന്ന് പറഞ്ഞെന്ന് വെച്ചോളൂ. മാർക്കറ്റ് റേറ്റ് 2500 രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വീട് വയ്ക്കാനെങ്കിൽ 2300, 2400, 2200 വരെയൊക്കെ ഒരാൾ കോട്ട് ചെയ്താൽ നമുക്കത് റിയലിസ്റ്റിക് ആണെന്ന് വേണമെങ്കിൽ അതിലുള്ള ലാഭം കുറയ്ക്കുകയോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും അതിന് പ്രത്യേകമായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ പറയില്ല ചില കാര്യങ്ങൾ അയാൾക്ക് ലംസമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ലാഭം ഉണ്ടാവാം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഈ റേറ്റ് കുറയ്ക്കുന്ന സിറ്റുവേഷനാണ് ഈ 2000. പക്ഷേ ഒരു 1800, 1900, 1700 ഒരാൾ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റിയലിസ്റ്റിക് അല്ല ആ കോട്ട്. ഇപ്പോൾ റിയലിസ്റ്റിക് അല്ല എന്ന് പറയുന്നത് ഞാൻ ഉദാഹരണം പറയാം. ഞാനൊരു ഇലക്ട്രിക്കൽ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോട്ട് എടുത്തു. അപ്പം നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സപ്ലയേഴ്സ് അല്ലെങ്കിൽ കടകളിൽ ഞാൻ കോട്ട് വാങ്ങിച്ചപ്പോൾ എല്ലാവരുടെയും കോട്ട് ഒരു 90,000 അല്ലെങ്കിൽ 92,000 എന്ന രീതിയിൽ ഒരു ഫിക്സഡ് ഒരു കുറച്ച് ക്വാണ്ടിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാം ആ ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കുന്നു. 87, 86 ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു റേഞ്ചിൽ പെട്ടെന്ന് ഞാൻ ഈ ഇൻസ്റ്റാമാർട്ട് വഴി ഇന്ത്യ മാർട്ട് വഴി ഞാൻ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് കുറേ മറ്റ് അതർ സ്റ്റേറ്റ് സപ്ലൈസിലേക്ക് ഇത് എത്തിയപ്പോൾ അവരും ഏതാണ്ട് ജെനുവിനായിട്ടുള്ള കുറേ സപ്ലൈസ് എല്ലാം ഈ റേറ്റിന് അടുത്ത് തന്നെയാണ് കാര്യങ്ങൾ കോട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരാൾ പെട്ടെന്ന് സഡൻലി ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ പകുതിയിലേക്ക് വന്നു. അപ്പോൾ എനിക്കത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്തോ ഒരു സംഭവമുണ്ട്. കാര്യം ഒന്നുകിൽ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളായിരിക്കാം. അപ്പം ഇതിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പറ്റിക്കപ്പെടാൻ റേറ്റ് ബാർഗെയിനിൻ്റെ പേരിൽ നമ്മൾ കോൺട്രാക്റ്റിൽ ഒരു കാരണവശാലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ക്ലച്ച് വിട്ട് കളിക്കുന്ന ഒരു പരിപാടി ചെയ്തത്. കാര്യം ചില ആളുകൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, ഒരുപാട് പേരുടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ചെറിയ മാർജിനിലായിരിക്കും ചിലപ്പോൾ വേറൊരാൾക്ക് വർക്ക് കൊടുക്കുന്നത്. പക്ഷേ വർക്ക് കൊടുത്ത് കഴിയുമ്പോൾ ഈ മറ്റേ ആൾ കോട്ട് ചെയ്തതിനേക്കാൾ റേറ്റിലേക്ക് അവസാനം ചെന്നെത്തും, അഡീഷണൽ ബില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്താണ് ഇത് മനസ്സിലാക്കുന്നത് ഇത് ശരിയായ രീതി അല്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു പരീക്ഷണം നടത്താതിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയും, ഇപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടായിരിക്കും കല്യാണം കഴിക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺട്രാക്റ്റിലേക്ക് നമ്മൾ വരുമ്പോൾ. ഒരു കോൺട്രാക്റ്റിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കോൺട്രാക്റ്റിൻ്റെ ക്രെഡിബിലിറ്റി, അയാളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അയാൾ ഈ ഫീൽഡിലുമായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം. ഇപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ്, ഇപ്പോൾ ഞാനൊക്കെ ശരിക്കും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നിൽക്കുന്ന ആളായതുകൊണ്ട് ഈ 25 വർഷമായിട്ട് നമ്മൾ ഈ മേഖല തന്നെയാണ് നമ്മുടെ എല്ലാം. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു പാഷനും അതുപോലെ പ്രൊഫഷൻ്റെ എല്ലാം ചേർന്നൊരു എഫക്റ്റാണ്. അപ്പോൾ അത്ര ആത്മാർത്ഥത്തോടുകൂടിയാണ് നമ്മൾ കൺസ്ട്രക്ഷനിൽ നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആത്മാർത്ഥത്തോടു കൂടിയാണോ ഒരു കോൺട്രാക്ടർ നിൽക്കുന്നതെന്നൊക്കെ വളരെ വീട് പണി എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ അത് ഇമോഷണൽ എലിമെൻറ്റ്സ് ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ അർഹിക്കുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അൺറിയലിസ്റ്റിക് കോട്ടുകൾ നിങ്ങൾ ഒഴിവാക്കുക. കാര്യം റിയലിസ്റ്റിക് ആകണമെന്ന് അത്
നല്ല ഓപ്ഷൻസ് ഒക്കെ കോൺട്രാക്ടേഴ്സ് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സിൻ്റെ നിന്ന് കോട്ട് എടുക്കുമ്പോൾ അവരെല്ലാം കോമ്പീറ്റൻ്റ് ആകുമ്പോൾ ഒരു മാർജിനകത്ത് നിന്നായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ മാർജിനകത്തുള്ള ഡിഫറൻസുകളെ അവിടെ വരില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ എക്സോർബിറ്റൻ്റ്ലി ലോ ആയിട്ടൊരു കാര്യം പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് ക്രെഡിബിൾ കോൺട്രാക്റ്റ് അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഉള്ളത് മെറ്റീരിയൽ യൂസേജ് നോക്കണം. അത് നമ്മൾ സ്ഥിരമായിട്ട് മെറ്റീരിയൽ യൂസേജ് ചെക്ക് ചെയ്യണം. എന്ത് മെറ്റീരിയൽസാണ് ഇറക്കുന്ന മെറ്റീരിയൽസിന് ക്വാളിറ്റി ഉണ്ടോ, ക്വാളിറ്റി ഈ സപ്ലയർ എവിടെ നിന്നാണ് അവരെടുക്കുന്നത്, അപ്പോൾ അതിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് നോക്കണം. കാര്യം ജസ്റ്റ് നമ്മൾ വെറുതെ ഒരാളെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടിരിക്കുന്നതല്ല, അതിന് ട്രാൻസ്പെറൻറ്റ് സിസ്റ്റം കോൺട്രാക്ട് അലോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ഓപ്പണായിട്ടാണ് ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാനും ഒക്കെ ഉള്ള പ്രൊവിഷൻസ് കൊടുക്കുന്നവരെ അവിടെ നമുക്കൊരു ഹൈഡിയനൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരു തേർഡ് പാർട്ടി കൺസൾട്ടൻറ്റ്, നിങ്ങളുടെ കോൺട്രാക്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ല ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തേർഡ് പാർട്ടി എഞ്ചിനീയറിനെ വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റർ ചെയ്യാൻ. അപ്പോൾ അതിനിപ്പോൾ ക്വാളിഫൈഡ് കോൺട്രാക്ടർ ആണെങ്കിൽ പോലും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരാൾ വളരെ വിശ്വസ്തനായ ഒരാളുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. കാര്യം ഒരു തേർഡ് പാർട്ടി PMC എന്ന് പറയും, ഞാനൊക്കെ നേരത്തെ കൊടുത്തത് ഇപ്പോഴും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, PMC സർവീസ് എന്ന് പറയും. അപ്പോൾ അത് കോൺട്രാക്റ്റ് കൊടുക്കുന്നത് കോൺട്രാക്ടറിൻ്റെ ആ വർക്ക് കറക്റ്റാണോ എന്ന് നോക്കാനും അത് കൃത്യതയോടുകൂടിയാണ് ചെയ്യുന്നത് നോക്കാനും ടെക്നിക്കലി പെർഫെക്റ്റ് ആണോ എന്ന് നോക്കുന്നതിന് നമ്മൾ പണ്ടൊക്കെ സൂപ്പർവിഷൻ ആ വാക്ക് പറയും. അപ്പോൾ അതിനെ PMC എന്നുള്ള വാക്കിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി എന്നുള്ള വാക്കിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ചെറിയ വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ സൂപ്പർവിഷൻ എന്ന് പറയുന്ന വാക്കാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഇപ്പോൾ ഒരു മോഡേൺ കോണ്ടെക്സ്റ്റിൽ അതിന് PMC എന്ന് വേണമെങ്കിൽ പറയാം. PMC കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പെനാൽറ്റി ക്ലോസ് എഗ്രിമെൻറ്റിലുണ്ടോ എന്നുള്ളത് നോക്കാം. ടൈമിൽ ചെയ്ത് തീർത്തില്ലെങ്കിൽ അതിന് ഒരു പെനാൽറ്റി ക്ലോസ്, അല്ലെങ്കിൽ സമയത്തിന് നമ്മൾ പറയുന്ന ടൈം പീരീഡിനകത്ത് കംപ്ലീറ്റ് ചെയ്യാവുന്ന ആളാണോ എന്നുള്ള കാര്യം ആദ്യമേ ഒരു 11 മാസത്തിലായിരിക്കും എഗ്രിമെൻറ്റ് എഴുതുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ 10 മാസം കൊണ്ട് വീട് തീർക്കാമെന്ന് പറഞ്ഞാൽ ആ 10 മാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 1-2 മാസം എക്സ്ട്രാ വന്നേക്കാം. ചിലപ്പോൾ ക്ലൈമറ്റിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും പേയ്മെൻറ്റ് ഇഷ്യൂസ് കൊണ്ടും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ അത്തരത്തിൽ അതിന് കടന്നു പോകുന്നൊരവസ്ഥയിലേക്കൊക്കെ കോൺട്രാക്റ്റ് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് മോണിറ്റർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പെനാൽറ്റി ക്ലോസുകൾ ആദ്യമേ വയ്ക്കുക. ഇൻ കേസ് ലേറ്റ് ഡെലിവറി ആണെങ്കിൽ ഒരു പെർസെൻറ്റേജ് എമൗണ്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളതിന് ഒരു പെനാൽറ്റി ക്ലോസ് വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വർക്ക് പ്രോഗ്രസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. വർക്ക് പ്രോഗ്രസ് ഒരു സൈറ്റ് രജിസ്റ്റർ എന്നൊരു സംഭവം വയ്ക്കുക. സൈറ്റ് ഇൻസ്ട്രക്ഷൻ ബുക്കെന്നോ അല്ലെങ്കിൽ സൈറ്റ് രജിസ്റ്റർ എന്നൊരു സംഭവം വെച്ചിട്ട് നമ്മൾ വർക്ക് പ്രോഗ്രസ് കൃത്യമായി റെക്കോർഡ് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടായി അത് മ്യൂച്വലി സൈൻ ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കോൺട്രാക്ടർ ഇപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഇത്ര വർക്ക് ഇന്ന ദിവസം കൊണ്ട് തീർന്നു, ഇന്ന വർക്കുകൾ ഇന്ന ദിവസം കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞൊരു കൃത്യമായൊരു റെക്കോർഡ് വരികയാണെങ്കിൽ വളരെ മികച്ച രീതിയിൽ നമുക്കത് കൊണ്ടുപോകാം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. കാര്യം പ്രശ്നങ്ങളില്ലെങ്കിൽ അത് പ്രോജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങളെ എത്രമാത്രം എഫിഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ലെവലിൽ നമ്മളതിനെ ഒരു എക്സലൻസ് എന്ന് കാണുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങളെ നമ്മൾ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള കാര്യം. ഒരു ചെറിയ കാര്യമല്ല വീട് വയ്ക്കുക എന്നപ്പോൾ, ചെറിയ വീടായാലും വലിയ വീടായാലും വീട് വയ്ക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷനെ. ഇപ്പോൾ ഞാൻ വലിയ കൺസ്ട്രക്ഷനെ പറ്റി ഞാൻ പിന്നെ പറയാം. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചാണ് നമ്മൾ കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിൽ വീടുകളുടെ വർക്കുകളിലാണ് ഈ പറഞ്ഞാൽ ഒരുപാട് സിസ്റ്റംസ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു വീട് നടക്കുന്നത്. അപ്പോൾ ഒരുപാട് ഏജൻസികളുണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് ലേബേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് ഒരുപാട് ഓപ്ഷൻസിൽ നിന്ന് എങ്ങനെ സെലക്ട് ചെയ്ത് ബെസ്റ്റ് ഓപ്ഷനിലേക്ക് നമ്മൾ എത്തുന്നു എന്നൊക്കെ ഉള്ളത് ഒരുപാട് ചാലഞ്ചിങ് ആണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് കൃത്യമായ ഒരു രജിസ്റ്റർ വെച്ച് മോണിറ്റർ ചെയ്യുന്നത് വളരെ. ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ഇപ്പോൾ ഫിസിക്കലി ബുക്കായിട്ട് വയ്ക്കണമെന്നില്ല. ഒരു വാട്സപ്പ് പോലുള്ളൊരു സിസ്റ്റം അതിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി വയ്ക്കുകയും അതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ഡേറ്റ് വൈസ് ആയിട്ടുള്ളത്. പക്ഷേ വാട്സപ്പ് കൃത്യമായിട്ട് ബാക്കപ്പ് ചെയ്യണം. ബാക്കപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പോകും. അപ്പോൾ ആരെങ്കിലും ഒരാൾ ബാക്കപ്പ് ചെയ്യുക, ടീമല്ല. അപ്പോൾ ഞാനൊക്കെ ചെയ്യുന്ന അങ്ങനെ. അപ്പോൾ നമ്മളൊരു ടീം ഉൾപ്പെടെ ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിലേക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം ഇന്ന ദിവസം ഇന്നതാണ് നടന്നതെന്നുള്ളതിന് കൃത്യതയോടുകൂടിയുള്ള ഒരു കാര്യം അവിടെ ഉണ്ടാവും. ഈ പറഞ്ഞ അതുപോലെ തന്നെ ഈ ഫ്രോഡ് കോൺട്രാക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളിപ്പം ഫ്രോഡെന്ന് പറയുന്നത് ഒരു അർത്ഥത്തിൽ ഞാൻ പറയുന്നതല്ല. എല്ലാ ഫീൽഡിലും ഫ്രോഡുകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫീൽഡിലും അത്യാവശ്യം ഫ്രോഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫ്രോഡുകളെന്ന് പറഞ്ഞാൽ 30%-40% പേയ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഡിസപ്പിയർ ചെയ്യുന്ന രീതിയിലുള്ള കോൺട്രാക്ടേഴ്സിൻ്റെ അവസ്ഥ. കാര്യം പലരും വർക്ക് ഇട്ട് പോയിട്ട് നമുക്ക് വർക്ക് ഏറ്റെടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ വർക്ക് ഇട്ട് പോകുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേംസ് തെറ്റുന്നതുകൊണ്ടാണ്.
ഇപ്പോൾ പേയ്മെൻറ്റ് ഇപ്പോൾ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം എഗ്രി ചെയ്യുന്നൊരു ഷെഡ്യൂളിൽ പേയ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുക്കും. പക്ഷേ പേയ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുത്താൽ ഇയാളത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടൊരു ആവശ്യമുണ്ട്. അപ്പോൾ ഇതെത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഇതിന് എഫക്റ്റീവ് ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം, എങ്ങനെ പ്രോജക്റ്റിലേക്ക് ഈ എസ്റ്റിമേഷനും ക്യാഷ് ഫ്ലോയും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.